അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 10-15 വർഷക്കാലമായി നമ്മൾ സംഘടനയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം നമ്മുടെ സംഘടനയെയും ഉലമാക്കളെയും വൃത്തിയേറ്റ് നടത്തുന്നതിന് ഈ സംഘടന പൊളിച്ചെടുക്കും, ഒരു നിമിഷം കൊണ്ട് പൊളിച്ചെടുക്കും, ഞങ്ങൾ ആണിക്കല്ലിളക്കും, അടിത്തറ ഇളക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റാത്ത ശുനകന്മാര് ഓടിയിട്ടുകൊണ്ട് നടക്കുകയാണ്. നമ്മുടെ നാടുകളിലൊക്കെ മഗ്‌രിബിന് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ചില പട്ടികൾ ഓരിയിടും, ചില ശുനകന്മാര് കൂവിക്കൊണ്ടിരിക്കും, എന്നിട്ട് മുഅദ്ദിൻ ബാങ്ക് നിർത്താറുണ്ടോ? അതുപോലെ ഈ ശുനകന്മാര് നാട് മുഴുവൻ ഓടിയിട്ട് നടന്നുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനം മൈൻഡ് ചെയ്യുന്ന പോലില്ല. അവരവരുടെ പദ്ധതികളും മറ്റു കാര്യങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ട് ജനസാമൂഹിക പ്രവർത്തന മേഖലകളിൽ, പ്രബോധന മേഖലകളിൽ അഭംഗുരം ചൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തെല്ലാം തെറികൾ പറഞ്ഞിട്ടും ഞങ്ങൾ ആരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ മറുപടി വെക്കാത്തത് എന്നൊക്കെ ഈ അടുത്ത് നൗഷാദ് മൗലവി എന്ന് പറയുന്നത് ചോദിക്കുന്നത് കേട്ടു. നിങ്ങളുടെ ലെവലിൽ, അതായത് നിങ്ങൾ പറയുന്ന തെറിയഭിഷേകങ്ങൾക്കും ആ പരിഹാസങ്ങൾക്കും ആ വാക്കുകൾക്ക് അതേ രൂപത്തിൽ ആ ഒരു കൂതറ ലെവലിൽ ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ വിഷയം. ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ ഞങ്ങൾ പണ്ഡിതന്മാര് മുതിരില്ല എന്ന് ഞങ്ങൾക്കും അറിയാം, അത് നിങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള വെല്ലുവിളി നടക്കുന്നത്. കേട്ടു നോക്ക്, നമ്മളെ തൊഴിയൂർ കുഞ്ഞഹമ്മദ് മൗലവിയെ ഇനി നമ്മൾ തെറിയൂർ കുഞ്ഞുമുഹമ്മദ് മൗലവി എന്നറിയപ്പെടും. കാരണം നമ്മളെ ഉലമാക്കൾക്ക്, സാദാത്യങ്ങൾക്ക്, പേരിടുന്നതുകൾക്ക് വരെ ഭയങ്കര തലവേദനയാണ്. അപ്പൊ പിന്നെ നിങ്ങളെ ഒരു ഉലമാക്ക് നമ്മൾ പേരിടാം. തൊഴിയൂർ എന്നുള്ളത് തെറിയൂർ. എന്തുകൊണ്ട് തെറിയൂർ എന്നുള്ളതല്ല കേൾക്കേണ്ടത്, ഒന്ന് കേട്ടു നോക്ക്. ആളായി പിറന്നവരാണെങ്കിൽ, ജനനത്തിൽ തകരാറില്ലാത്തവനാണെങ്കിൽ ഈ സുലൈമാൻ ഫൈസി തെളിയിച്ചേ പറ്റൂ. എന്താ പറഞ്ഞത്? ആണായി പിറന്നവരാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ ഇവൻക്ക് അങ്ങനെയാണ്. ചില ആളുകൾക്ക് നമുക്ക് എന്താണോ അല്ലാത്തത്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ അല്ലാത്തത്, അത് മറ്റുള്ളവരിൽ കാണുമ്പോൾ വലിയ അപകർഷതാബോധം ഫീൽ ചെയ്യും. ഈ ജാഹിൽ അതുപോലെയാണ്. ഉള്ള സ്റ്റേജുകളിലൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ രണ്ടാമത്തതിന് ജന്മത്തിൽ തകരാറുണ്ട് എന്നുണ്ടെങ്കിൽ, കാരണം അവർക്ക് അഡ്രസ്സ് കിട്ടിയിട്ടുണ്ടാവില്ല, ഉമ്മാനോട് ചോദിച്ചപ്പോ അതിന്റെ നെത്തുഫെവിടുന്നാണ് വന്നത് എന്നുള്ളത് ഇതുവരെ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ മറ്റുള്ള ആളുകളൊക്കെ ജന്മത്തിൽ തകരാറ് സംഭവിച്ചതാണെന്നുണ്ടെങ്കിൽ, ആണായി പിറന്നവനാണ് എന്നുണ്ടെങ്കിൽ ഈ രൂപത്തിലാ പറയാം. കാരണം ഞാൻ മറ്റുള്ള കാര്യങ്ങളോട്ട് കിടക്കുന്നില്ല. ഈ രൂപത്തിൽ തെറിയഭിഷേകങ്ങളാണ്, ഇസ്ലാമിക പ്രബോധനമാണ്. ഇത് നിർദ്ദേശം കൊടുക്കുന്നത് ഇവരുടെ ഷെയ്ഖാണെന്നുണ്ടെങ്കിൽ ലോകം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലോകം നിയന്ത്രിക്കുന്ന ഷെയ്ഖ് കടുപ്പം കൂട്ടി നല്ല ഇതേറെ MDMO, നാവിന്റെ അടിയിൽ വെക്കുന്ന സ്റ്റിക്കറോ MDMO ഒക്കെ ആയിരുന്നു. ഇതെന്തോ നല്ല വേറെ എവിടുന്നോ കിട്ടിയിട്ട് നല്ല സ്ട്രോങ് വീര്യം കൂടിയ സാധനമാണ് ഇപ്പൊ ഈ ഒരു മാസക്കാലമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് വീര്യം കൂടിയ തെറിയഭിഷേകങ്ങളായിട്ടാണ് ഇതിനൊക്കെ നമ്മൾ ഉസ്താദുമാര് മറുപടി പറയണമെന്നാണ് ഈ ജാഹിലീങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ പോലെയുള്ള സാധാരണക്കാര് നമ്മൾ ഈ അടുത്തൊക്കെ ഒരുപാട് ക്ഷമിച്ചു. നമ്മളെ ചില ഉസ്താദുമാരെ അത്രത്തോളം വ്യക്തിഹത്യ ആ ഒരു വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത് കേട്ടപ്പോ എന്നിട്ട് നമുക്കതുപോലെ പ്രതികരിക്കാൻ വയ്യ. പക്ഷേ ഇനി ആ രൂപത്തിൽ നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നമ്മളെ ഉസ്താദുമാരത് ചെയ്യാൻ അവർക്ക്, നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു കൂതര ലെവലിലോട്ട് ഇറങ്ങുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അവർ സമൂഹത്തിനിടയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾക്കത് ഇല്ലാത്തതുകൊണ്ട് ഏത് അഴുക്ക് ചാലിലും ചീഞ്ഞളിഞ്ഞ അഴുക്ക് ചാലിലെ ആ ഒരു ഭാഷയും ഷെയ്ഖന്നെ പണ്ട് 50,000 രൂപ കൊടുത്ത് രാമന്തളിയ റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞയച്ചുകൊണ്ട് ഈ സംഘടന പൊളിക്കാൻ വേണ്ടി നോക്കിയതാ. മറ്റൊരുത്തന് സ്വന്തം ലാപ്ടോപ്പ് തന്നെ വിട്ടുകൊടുത്ത് പണ്ഡിതന്മാരുടെ ഫോൺ റെക്കോർഡ് സംഭാഷണം എഡിറ്റ് ചെയ്യാൻ വേണ്ടി സഹായിച്ചുകൊണ്ട് ഈ സംഘടനയെ പൊളിക്കുമെന്നും പൊളിക്കുമ്പോൾ മധ്യസ്ഥനായിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞുകൊണ്ട് അത് പൊളിക്കാൻ വേണ്ടി ശ്രമം നടത്തിയ ജാഹിലാണ്. അപ്പോ പൊളിയും എന്ന് പറയാ, എന്നിട്ട് പൊളിക്കാൻ വേണ്ടി നോക്കുക. അതിന്റെ ചിന്തകളായ ഈ 3 ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ. ആ തെറി ഈ മറ്റൊരു തെറിയഭിഷേകം കൂടിയും കേൾക്കാം. പിറന്നവരാണെങ്കിൽ, തറവാട്ടിൽ പിറന്നവരാണെങ്കിൽ, ആരാണടാ നിന്റെ പിതാവെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു പിതാവിന് ജനിച്ച ആരായി പിറന്നവരാണെങ്കിൽ ഏതാണ് സാധനം കൊടുത്തത് എന്നുള്ളത് ഇവരുടെ കുരുവട്ടൂര് ഷെയ്ഖിനോട് തന്നെ ചോദിക്കേണ്ടി വരും. കാരണം കാട്ടുകള്ളനും ഗജഫ്രോഡുമാണെന്ന് വൈലത്തൂർ തങ്ങളുപ്പാപ്പ പറഞ്ഞ് നമ്മളോട് പഠിപ്പിച്ചു തന്ന അയാൾ ഇവരുടെ വായിൽ, അല്ലെങ്കിൽ ഇയാൾക്ക് ചുണ്ടിന്റെ അടിയിൽ വെച്ചു കൊടുക്കാൻ എന്ത് സാധനമാണ് വെച്ചു കൊടുത്തത് എന്നുള്ളതാണ്. അതായത് വീട്ടിൽ ചെന്ന് ചോദിക്കുമ്പോ, ഇവൻ പരാമർശിക്കപ്പെടുന്ന ഉസ്താദ് വീട്ടിൽ ചെന്ന് ചോദിക്കുമ്പോ ചൂണ്ടിക്കാണിക്കാൻ ഒരു വാപ്പയുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ പറയുമല്ലോ ഒറ്റ തന്തയ്ക്ക് ജനിച്ചവനാണ് എന്നുണ്ടെങ്കിൽ കാണാം നമുക്ക്. ഈ രൂപത്തിലാണ് എന്ത് ചെയ്യാ ഇവരുടെ പ്രതികരണങ്ങളും പ്രഭാഷണങ്ങളും ഇവരുടെ വെല്ലുവിളികളും ഉള്ളത്. തിരിച്ച് ഞാൻ അങ്ങോട്ടൊന്ന് വെല്ലുവിളിക്കണം. ആദ്യം നമുക്കൊരു ക്ലിപ്പ് കേൾക്കാം. സ്വപ്നത്തിലും ചിന്തയുടെ നിങ്ങളെ കാക്കണയല്ല,
കണ്ടോ എന്താ പറഞ്ഞത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോലത്തിൽ പിശാച് വരുമെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുടെ നാവിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പേരോട് ഉസ്താദിനെ ഇതിന് മുന്നേ പരാമർശിക്കുന്നുണ്ട്. പേരോട് ഉസ്താദ് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, ഇലാ യൗമിൽ ഖിയാമ പറയുകയില്ല. ഇവൻ തന്നെ കാവന്നൂരിൽ വെച്ചിട്ട് ഒരു ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ ഞാൻ കൊടുക്കാം. പേരോട് ഉസ്താദിന്റെ പ്രസംഗത്തിൽ ഇവൻ പേരോട് ഉസ്താദിനെ കളിയാക്കാൻ വേണ്ടിയിട്ട പ്രസംഗമാണ്. അതിൽ തന്നെ പറയുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ പിശാച് വരില്ല എന്നുള്ളത് സ്വഹീഹ് ബുഖാരിയിലുള്ള ഹദീസാണ്, അതിന് എതിരായിട്ട് സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പേരോട് ഉസ്താദ് പ്രസംഗിക്കുകയാണ്. അപ്പൊ ആ പ്രസംഗം ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പറഞ്ഞാൽ പറ്റില്ലല്ലോ, നമുക്ക് വേറൊരു ക്ലിപ്പ് കേൾക്കാം. അവന്റെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം പ്രതിഫലിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോ ആ ക്ലിപ്പ് പേരോട് ഉസ്താദിന്റെ ക്ലിപ്പ് തന്നെ ഇടുമ്പോ ഈ രൂപത്തിലാണ്. അപ്പൊ ഞാന് ഇവിടെ ശൈഖ് എന്താ പറഞ്ഞത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോലത്തിൽ പിശാച് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞിട്ടുണ്ട്? അത് ഇത് ശൈഖിൽ നിന്ന് കിട്ടിയത് കോലത്തിൽ പിശാച് വരുമെന്ന വാദത്തെ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇന്റെ ഏതെങ്കിലും ഒരു ഇബാറത്ത് കൊണ്ട് തെളിയിക്കുക എന്നത് അസംഭവ്യമാണ്. അതൊന്നും ഈ ഉലകത്തിൽ ഉണ്ടോ? അസംഭവ്യമാണല്ലോ. കാരണം അങ്ങനെ ഒരാളുകളും പറഞ്ഞിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോലത്തിൽ പിശാച് വരും എന്ന് ഇവിടെ അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളുടെ ഇബാറത്ത് വെച്ച് സ്ഥിരീകരിക്കുക അസംഭവ്യമാണ്. ആർക്കാണ് അത് അറിയാത്തത്? ആരാണ് അതിനെതിരെ വാദിച്ചത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ പിശാച് വരുമെന്ന് ഏതെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുന്നു, തീർന്നിട്ടില്ല. ഇത് രണ്ടെണ്ണമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നവുമായി ബന്ധപ്പെട്ട്. ഇനി ഇതേ മുരീദിന്റെ മറ്റൊരു വെല്ലുവിളിയുണ്ട്, അതും കൂടി കൂട്ടിച്ചേർത്തിട്ട് തിരിച്ചൊരു വെല്ലുവിളിയുണ്ട്. അതിന്റെ ആദ്യഘട്ടമാണ് അടുത്ത തൃശൂരിലെ സമ്മേളനത്തിലെ നിങ്ങളുടെ പ്രമേയം ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയമെന്നാണ്. അതൊക്കെ നിങ്ങളുടെ ഉള്ളുകള്ളി ഞങ്ങളുടെ കയ്യിൽ മുഴുവനുമുണ്ട്. നിങ്ങൾ ആ ചർച്ച നടത്തി സാമുദായിക രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു ടീമിനെ അടർത്തിയെടുത്ത് നിങ്ങളെ കൂടെ നിർത്തി ഒരു MLA യോ MP യോ ആകാനുള്ള മോഹം ഇന്റർനാഷണൽ ബിസിനസ്മാൻ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അതൊന്നും തൽക്കാലം നടക്കാൻ പോകുന്നില്ല. അതായത് തൃശ്ശൂർ നമ്മൾ സമ്മേളനം നടത്തി. ആ തൃശ്ശൂർ സമ്മേളനത്തിൽ മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയം കണ്ടപ്പോഴത്തേക്ക് ഈ ജാഹിൽ മനസ്സിലാക്കി ഇതേതോ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള സംഘടനയാണെന്ന്. പണ്ട് നമ്മൾ കേരള മുസ്ലിം ജമാഅത്ത് 10 വർഷം മുന്നേ പ്രഖ്യാപിച്ചപ്പോൾ ഇതേ വാദം പറഞ്ഞിരുന്നു, ക്ലിപ്പ് ചെയ്യാനിരുന്നില്ല. ഇത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനാണ്, ഇതിന്റെ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളെ ഷെയ്ഖ് പറഞ്ഞാൽ പുറത്തുവിടുന്നു. ഇപ്പോഴും പറയുന്ന എന്താ? നമ്മൾ ഈ മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ തൃശ്ശൂർ സമ്മേളനം വെച്ചത് മറ്റൊരു സമുദായ പാർട്ടി രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ്, തെളിവ് ഇവന്റെ കയ്യിലുണ്ട്, ഇവൻ പുറത്തുവിടുന്നു. ഞാനിതാണ് നമ്മളെ തെറിയൂർ കുഞ്ഞഹമ്മദ് മൗലവിയുടെ അതേ ഭാഷ കടമെടുത്തുകൊണ്ട്, അതേ ഭാഷ കടമെടുക്കേണ്ട ഒരു ആവശ്യം വരെയുണ്ട്. കാരണം ഈ നൗഷാദ് മൗലവിയെ തന്നെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, ഈ രൂപത്തിൽ തെറിയൊക്കെ പറയാൻ പറ്റുമോ? തെറിയൊക്കെ പറഞ്ഞു കഴിയുന്ന ഇത്തരത്തിൽ തെറിയൊക്കെ പറയുന്നത് മോശമല്ലേ എന്ന് ചോദിച്ചപ്പോ ഓൻ പറഞ്ഞു, അങ്ങനെ തെറിയൊക്കെ പറയാം, വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പറയാം. അതിനൊരായത്തും തബ്ബത് യദാ അബീലഹബിന്റെ തബ്ബ് എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ. അബൂലഹബിനെ അത്രത്തെ മോശമാക്കി പറഞ്ഞില്ലേ? അപ്പൊ തെറി പറയുന്നതിന് ആയത്ത് ഖുർആനില് ഏത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. യഹ്ദി ബിഹി കസീറ വയുദില്ലു ബിഹി കസീറ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ വയുദില്ലു ബിഹിയിൽ പെടുന്ന ജാഹിലീങ്ങളാണ് ഇത്. അപ്പൊ ആ രൂപത്തിൽ തെറിയൂർ കുഞ്ഞു മുഹമ്മദ് മൗലവിക്ക് ഷെയ്ഖ് കൊടുത്ത നിർദ്ദേശമാണ്, നിങ്ങൾ ഈ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വെല്ലുവിളിക്കണം. അങ്ങനെ വെല്ലുവിളിച്ചെങ്കിലേ വെല്ലുവിളിയാവൂ എന്ന് ഷെയ്ഖിന്റെ നിർദ്ദേശവും ആ ഷെയ്ഖിന്റെ നിർദ്ദേശം പാലിച്ചിട്ടുള്ള മുരീദിന്റെ അതേ ഭാഷയിൽ ഒരു വെല്ലുവിളി തിരിച്ച് ഞാൻ അങ്ങോട്ട് നടത്തുന്നു. KC അബ്ദുള്ള എന്ന് പറയുന്ന കോമാട്ടുചാലിൽ അബ്ദുള്ള എന്ന് പറയുന്ന നിങ്ങളുടെ ഷെയ്ഖ് എന്താ പറഞ്ഞത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോലത്തിൽ പിശാച് വരും എന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതൻ. അതേപോലെ നീ എന്താ പറഞ്ഞു നൗഷാദ്? അതേ വാചകം തന്നെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ പിശാച് വരുമെന്ന് ഇവിടെ സ്ഥാപിക്കുക സാധ്യമല്ല. അങ്ങനെ പറഞ്ഞിട്ടുള്ളവരെ പിന്തുണയ്ക്കരുത്. ആരാണ് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു മഖ്ലൂക്കിനെ നിനക്ക് സാധിക്കുമോ? ആണായി പറഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ നൗഷാദും KC അബ്ദുള്ളയും വീട്ടിൽ ചെന്ന് ചോദിക്കുമ്പോ ഉമ്മാക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു വാപ്പയാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ കാണിക്കാൻ തയ്യാറുണ്ടോ? ഇതെന്റെ ഭാഷയല്ല, ഇത് നിങ്ങളുടെ ഷെയ്ഖിന്റെ നിർദ്ദേശത്തിൽ പ്രത്യേക തർബിയത്ത് അനുസരിച്ച് തെറിയൂർ കുഞ്ഞഹമ്മദ് മൗലവിയുടെ ഭാഷയാണ്. വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കേട്ടോ. ആരായി പറഞ്ഞവരാണെങ്കിൽ, തറവാട്ടിൽ പറഞ്ഞവരാണെങ്കിൽ, ആരാണോ നിന്റെ പിതാവെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു പിതാവിന് ജനിച്ച ആരായി പറഞ്ഞവരാണെങ്കിൽ
ഇതേ രൂപത്തിൽ ഞാൻ തരുന്നു. മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഞങ്ങളുടെ തൃശൂർ സമ്മേളനം അത് സമുദായ പാർട്ടി രൂപീകരിക്കാനാണ് എന്നുള്ളതിന്റെ തെളിവ് നിന്റെ കയ്യിലുണ്ടെങ്കിൽ, നീ ആണായി പിറന്നവനാണെന്നുണ്ടെങ്കിൽ, നൗഷാദ് ഹിജടയല്ല എന്ന് സ്വയം ബോധമുണ്ടെങ്കിൽ, നീ നപുംസകമല്ല എന്ന് നിനക്ക് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ, വീട്ടിൽ ചെന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഉമ്മാക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു വാപ്പയാണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു വാപ്പയുടെ പല തുള്ളിയിലല്ല ഉറച്ച തുള്ളിയിലാണ് ഉണ്ടായത് എന്നുണ്ടെങ്കിൽ, ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ, കേസിയോ അങ്ങനെ തന്നെ നീ പ്രസംഗിക്കുമ്പോ പച്ച എല്ലിട്ടുകൊണ്ട് ഇത് അപ്പുറത്തിരിക്കുന്നു, അത് അവന്റെ KC അബ്ദുള്ളയുടെ വാപ്പയാണ് എന്ന് കേസിലെത്തുന്ന ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ കാണിക്കണ തെളിവ്. ഒരാള് പറഞ്ഞത് നിങ്ങൾ കാണിക്കേ. ഈ രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോലത്തിൽ പിശാച് വരും. ഇതെന്താണ് സംഭവം എന്നറിയോ? ഇവർക്ക് എതിർക്കാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുക, ആ സ്റ്റേറ്റ്മെന്റ് മറ്റൊരാളുടെ പേരിൽ ചുമത്തുക. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊന്നും ഒരു ബാധകമല്ല. എന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റിനെ എതിർക്കുന്ന അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളുടെ ഇബാറത്ത് വായിക്കുക. എന്നാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ പിശാച് വരുമെന്ന് ഏതെങ്കിലും ഒരു ബന്ധം പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ MT ദാരിമി ഈ ജാഹിലിങ്ങളെ ബന്ധിച്ചുകൊണ്ട് എത്ര സുന്ദരമായി പ്രഭാഷണം നടത്തി. അവിടെ MT ദാരിമി പറഞ്ഞോ? ജിഫ്രി മിത്തുക്കോയത്തങ്ങളും MT ദാരിമിയും പേരോട് ഉസ്താദും നജീബ് മൗലവിയും അങ്ങനെയുള്ള സകല അഹ്ലുസുന്നയുടെ ഉലമാക്കളൊക്കെ പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ വരില്ല. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ കുരുവട്ടൂർ ഷെയ്ഖിന്റെ രൂപത്തിലോ അതല്ലെങ്കിൽ അന്റെ രൂപത്തിലോ ഒക്കെ പിശാചിന് റസൂലുള്ളാഹിയുടെ രൂപത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ പിശാചിന് രൂപം മാറാൻ പറ്റൂല. നേരെ മറിച്ച് ജീവിച്ചിരിക്കുന്ന പിശാചികളായ ദജ്ജാലുവിനെ ഖദ്ദാബുവിനെ അടിമകളായ ആ ദജ്ജാലിന്റെ വിലാസത്തിലുള്ള അവിടുത്തെ അനന്തരക്കാരായ നിന്റെ കോമാട്ടുകാരൻ അബ്ദുള്ളയുടെയും നൗഷാദിന്റെയും രൂപത്തിൽ പിശാചിന് മാറിക്കൂടെ? അങ്ങനെ പിശാചിന് മാറിയിട്ട് അന റസൂലുള്ളാഹി എന്ന് പറയാൻ കഴിയും. സുന്നൂദി ഇമാമ പറഞ്ഞിട്ടില്ലേ, അന്നഹു ലാ ഇബ്റത ഖൗലിയാന മുഹമ്മദ് റസൂലുള്ളാഹ്. അങ്ങനെ പിശാച് വന്നിട്ട് അന റസൂലുള്ളാഹി എന്ന് പറയുന്ന കൗല് പരിഗണിക്കപ്പെടുന്നതല്ല. എന്തുകൊണ്ട്? മൻ റആനി എന്നാണ്. അതാണ് ഷർത്ത്. എന്നെ കണ്ടാൽ എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അല്ലാതെ എന്നെ കേട്ടാൽ എന്നല്ല. പഠിക്കണം കേട്ടോ. എന്നിട്ട് ഈ രൂപത്തിൽ ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പണ്ഡിതന്മാരെ കുതിരകയറാം, അവരെ വഹാബിയാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള വെല്ലുവിളി, ഈ വെല്ലുവിളി ഞാൻ വെല്ലുവിളിക്കണം എന്ന് വിചാരിച്ചതല്ല. ഇതെന്റെ ഭാഷയല്ല, ഇത് ഞങ്ങളുടെ ഭാഷയല്ല. പക്ഷെ നിന്റെ ഷെയ്ഖിന് ഒരു വെല്ലുവിളിയാകണമെന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന ബാപ്പാനും ഉമ്മാനും വിളിക്കണം എന്നുള്ളത് ഷെയ്ഖിന്റെ നിർദ്ദേശം തെറിയൂ കുഞ്ഞഹമ്മദ് മൗലവിക്ക് കൊടുത്ത് ഇതേ രൂപത്തിൽ സമദ് അൻവരി എന്ന് പറയുന്ന അളിയൻ ഇതിലും മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പരിസരങ്ങളിൽ പ്രഭാഷണങ്ങൾ നടത്തുന്നത്. മര്യാദക്ക് നിങ്ങൾ ഇതിനൊന്നും മറുപടി കിട്ടൂല എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് തോന്നിയാസം പറഞ്ഞ് നടക്കാന്നുള്ള നിങ്ങളുടെ ഭാവമുണ്ടല്ലോ, അതങ്ങ് പള്ളിയിൽ അവിടെ കുരുവട്ടൂർ ഹാഫിലിന്റെ അവിടെ ആ സബുക്കില്, ഏത് സബുക്ക്, പെണ്ണുങ്ങൾ തല്ലുമ തൊടുന്നതും പെണ്ണിനെ പിടിക്കുന്നതും ഒരുപോലെയാണെന്ന് പറയുന്ന സബുക്കുണ്ടല്ലോ, ഷെയ്ഖിന്റെ റൂമിൽ അന്ന് പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ പൂച്ചക്കുട്ടിയായി ധരിക്കണം എന്ന് മുരീദന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്ന ആ ഒരു മജ്ലിസ് ഉണ്ടല്ലോ, അവിടെ ചെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. നിർത്തുന്നു. വാഹൃദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.